മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് മുതൽ തന്നെ സംവരണ വിരുദ്ധത എന്ന് പറയുന്നത് വലിയ ഒരു ആശയമായിട്ട് അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൽ വളരെ നിർണായകമായ ഒന്നായി മാറിയിട്ടുണ്ട്. അത് BJPയെ സംബന്ധിച്ചിടത്തോളം BJP വളരെ സക്സസ്ഫുള്ളായിട്ട് അതിനെ മറികടന്നു എന്ന് പറയുന്ന ഒരു നിലയിലായിരുന്നു ഈ അവരുടെ പ്രത്യേകിച്ച് 2014 ശേഷമുള്ള അവരുടെ തെരഞ്ഞെടുപ്പ് വിജയങ്ങൾ കാണിക്കുന്നത്. അതായത് ഒരു വിഭാഗം അതല്ലെങ്കിൽ സവർണ വോട്ടുകൾ, അപ്പർ കാസ്റ്റ് വോട്ടുകൾ എന്ന് പറയുന്നത് ഏതാണ്ട് 22% വരുന്ന ആ വോട്ടുകൾ ഏതാണ്ട് സമ്പൂർണ്ണമായും അവരുടെ കയ്യിൽ അവർക്ക് ലഭിക്കുകയും അതേസമയം തന്നെ ഈ പറയുന്ന പിന്നോക്ക വിഭാഗങ്ങളിലും ദളിതരിലും ആദിവാസികളിലും ഒരു വിഭാഗത്തിൻ്റെ വോട്ട് കൂടെ അവർക്ക് സമാഹരിക്കാൻ പറ്റുകയും ചെയ്യുന്ന ഒരു സോഷ്യൽ എഞ്ചിനീയറിങ് അവർ വളരെ വിദഗ്ധമായി നടപ്പിലാക്കിയിട്ടുണ്ടായിരുന്നു. ആ നടപ്പിലാക്കിയ സോഷ്യൽ എഞ്ചിനീയറിങ്ങിനകത്ത് ഒരു വിള്ളലുകൾ ഉണ്ടാവുന്നു എന്നുള്ള ഒരു പ്രതീതി സൃഷ്ടിക്കുന്ന അല്ലെങ്കിൽ അതിൻ്റെ ഒരു സാധ്യതയെ സൃഷ്ടിക്കുന്നതായിരുന്നു ഇപ്പോൾ ഈ UGC റെഗുലേഷനെതിരായിട്ടുള്ള ഈ അപ്പർ കാസ്റ്റ് അല്ലെങ്കിൽ സവർണ വിഭാഗങ്ങളുടെ സമരം ഉത്തർപ്രദേശിൽ വളരെ അല്ലെങ്കിൽ പ്രതിഷേധവും പ്രക്ഷോഭവും വളരെ ശക്തമായി വന്നത്. അപ്പോൾ ആ നിലയിൽ നോക്കുമ്പോഴത്തേക്ക് ഈ കോടതി ഉത്തരവ് അത്തരത്തിൽ BJPയെ ഇപ്പോൾ ആ നിലയിൽ സഹായിക്കുന്നതാണ്. കാരണം ഇനിയിപ്പോൾ ഈ വിഷയമെല്ലാം കോടതിയുടെ പരിഗണനയിലാണ്. കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന വിഷയത്തിൽ നമ്മൾക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. കോടതി അതിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാവട്ടെ എന്നുള്ള നിലയിലേക്ക് ഇതിൻ്റെ ഡിബേറ്റിനെ മാറ്റാൻ പറ്റും. അതേസമയം തന്നെ ഈ കോടതി ഉത്തരവ് ഉന്നയിക്കുന്ന വളരെ ഗൗരവമായിട്ടുള്ള വിഷയങ്ങൾ നമുക്ക് അവഗണിക്കാനും പറ്റില്ല.